കോൺഗ്രസ് നേതാവായ വി.ഡി. സതീശന് കഷ്ടകാലം എന്ന് തന്നെ പറയേണ്ടി വരും. സതീശൻ എടുക്കുന്ന തെറ്റായ തീരുമാനങ്ങളെ അംഗീകരിക്കാൻ സംസ്ഥാനത്തുള്ള പല നേതാക്കളും തയ്യാറാകുന്നില്ല എന്നുള്ളതാണ് വസ്തുതാപരമായിട്ടുള്ള കാര്യം. കഴിഞ്ഞ നിയമസഭാ തെരഞ്ഞെടുപ്പിൽ കോൺഗ്രസിന് ദയനീയ തോൽവിയുണ്ടായപ്പോൾ സതീശനെ പ്രതിപക്ഷ നേതാവാക്കിയത് കീഴ്വഴക്കങ്ങൾ എല്ലാം തന്നെ കാറ്റിൽ പറത്തിയാണെന്നും മുതിർന്നവരുടെ പേര് പരിഗണിക്കുക പോലും ചെയ്തില്ലായിരുന്നുവെന്നും എല്ലാം കെ.സി. വേണുഗോപാലിൻ്റെ പിടിവാശി മൂലമായിരുന്നു, അത് സംസ്ഥാനത്തെ കോൺഗ്രസ് നേതൃത്വത്തെ ദുർബലപ്പെടുത്തുന്നതാണ് എന്ന് വെട്ടിത്തുറന്ന് രമേശ് ചെന്നിത്തല പറയുന്ന രീതിയിലേക്കാണ് കാര്യങ്ങൾ പോകുന്നത്. കെ.സി. വേണുഗോപാലും രമേശ് ചെന്നിത്തലയും തമ്മിൽ നേർക്കുനേരുള്ള ഒരു വാക്പോര് ഇതിനു മുമ്പ് എങ്ങും കണ്ടിട്ടില്ലാത്ത വിധത്തിലേക്ക് ക്ലൈമാക്സിലേക്ക് കടന്നിരിക്കുകയാണ്. ഒരുപക്ഷേ കോൺഗ്രസ് ഇതോടെ ഒന്നെങ്കിൽ നന്നാവും അല്ലെങ്കിൽ നശിച്ച് പണ്ടാരമടയും എന്ന് തന്നെ പറയേണ്ടി വരുന്ന അവസ്ഥയാണ്. കാരണം കെ.സി. വേണുഗോപാൽ വെറും ഒരു കളിപ്പാവയായി ദേശീയ നേതൃത്വത്തിൻ്റെ ഭാഗമായി നിൽക്കുന്നു. പല സംസ്ഥാനങ്ങളിലും കോൺഗ്രസിൻ്റെ പരാജയത്തിൻ്റെ ഉത്തരവാദി ഈ വ്യക്തിയാണ്, ഈ മനുഷ്യനാണ് എന്ന് എല്ലാവരും, അതിനകത്ത് കക്ഷി രാഷ്ട്രീയ ഭേദമന്യേ പലരും പറയുന്നൊരു കാര്യമാണ്. ഇപ്പോഴിതാ സംസ്ഥാന നേതൃത്വത്തിൽ തന്നെ കെ.സി. വേണുഗോപാലിനെതിരെ തിരിഞ്ഞു കുത്തുന്ന പല നേതാക്കളുമുണ്ട്. കെ.സി. എന്തിനാണ് ഇങ്ങനെ കേരളത്തിലെ പ്രത്യേക താല്പര്യങ്ങൾ അദ്ദേഹത്തിൻ്റെതനുസരിച്ച് സംരക്ഷിക്കാൻ നിന്നു കൊടുക്കുന്നത്? കേരളത്തിൽ കെ.സിക്ക് യാതൊരു വിലയുമില്ല, പുല്ല് വിലയാണ്. കേരളത്തിൽ കെ.സി വിചാരിച്ചാൽ 10 വോട്ട് ശേഖരിക്കാൻ കഴിയുമെന്ന് ആരും വിചാരിക്കുക വേണ്ട. കെ.സിക്ക് ആലപ്പുഴ ജില്ലയിൽ സ്വാധീനമുണ്ടാക്കിയെടുത്തത് എങ്ങനെയെന്ന് എല്ലാവർക്കും അറിയാം. വി.എം. സുധീരൻ 2004 തെരഞ്ഞെടുപ്പിൽ പരാജയപ്പെട്ടതിന് ശേഷം പിന്നീട് 2009 വീണ്ടും മത്സരിക്കാൻ വാശി കാണിക്കാതെ അദ്ദേഹം യുവാക്കൾക്ക് വേണ്ടി മാറിക്കൊടുത്തതിൻ്റെ ഫലമാണ് കെ.സി. അല്ല, വി.എം. സുധീരൻ പറയുകയാണ് എനിക്ക് ഒന്നുകൂടി മത്സരിക്കണമെന്നായിരുന്നു എങ്കിൽ സംഭവം മറിച്ച് അതിനെ കെ.സി ഇന്നൊരിടത്തും എത്താതെ പോയനെ. സംസ്ഥാന രാഷ്ട്രീയത്തിൽ പ്രത്യേകിച്ചും ആലപ്പുഴ ജില്ലയിൽ വരത്തനായി വന്ന് കണ്ണൂരിൽ നിന്ന് വന്ന് ഷോ കാണിച്ച കെ.സിയെ ശരിക്കും നേതാവാക്കിയത് ആലപ്പുഴക്കാരാണ്. എന്നാൽ വന്ന വഴി മറന്നു എന്ന രീതിയിൽ തന്നെയാണ് രമേശ് ചെന്നിത്തല പറയുന്നത്. രമേശ് ചെന്നിത്തല ഹരിപ്പാട് മണ്ഡലത്തെ പ്രതിനിധീകരിക്കുന്ന നിയമസഭാ സാമാജികനാണ്. കഴിഞ്ഞ നിയമസഭാ തെരഞ്ഞെടുപ്പിൽ പരാജയമുണ്ടായപ്പോൾ എല്ലാവരും തൻ്റെ പേരാണ് എടുത്തു പറഞ്ഞത്. എന്നാൽ വരുന്ന നിയമസഭാ തെരഞ്ഞെടുപ്പിൽ എന്തെങ്കിലും രീതിയിലുള്ള പരാജയമുണ്ടായാൽ അതിൻ്റെ മുഴുവൻ ഉത്തരവാദിത്വം വി.ഡി. സതീശൻ ഏറ്റെടുക്കുമോ എന്ന ചോദ്യം രമേശ് ചെന്നിത്തല ആവർത്തിച്ച് ചോദിക്കുന്നുണ്ട്. ചെന്നിത്തലയും തിരുവഞ്ചൂരിനെയും ഒക്കെ ഒഴിവാക്കിക്കൊണ്ടുള്ള രാഷ്ട്രീയ നീക്കങ്ങൾ എന്തിൻ്റെ അടിസ്ഥാനത്തിലാണ് എന്ന് എല്ലാവരും ചോദിക്കുന്നുണ്ട്. രമേശ് ചെന്നിത്തലയ്ക്ക് കൃത്യമായി കാര്യങ്ങൾ മനസ്സിലായി. തന്നെ വീണ്ടും കളിപ്പാവയാക്കാൻ ശ്രമിക്കേണ്ട. ഉമ്മൻചാണ്ടി കഴിഞ്ഞാൽ കേരളത്തിൽ കോൺഗ്രസിന് ഏറ്റവും സ്വീകാര്യതയുള്ള നേതാവ് ആര് എന്ന് ഒരു സർവേ നടത്തി നോക്കട്ടെ. അപ്പോഴറിയാം കാര്യങ്ങളുടെ പ്രസക്തി ഏത് രീതിയിൽ പോകുന്നു എന്നുള്ളത്. സഖ്യകക്ഷികൾ കൂടി പരിഗണിക്കുന്ന കാര്യങ്ങൾ കോൺഗ്രസ് നേതൃത്വം ചർച്ച ചെയ്യേണ്ടതായുണ്ട്. കോൺഗ്രസ് തീരുമാനമെടുക്കുന്നത് ഏതാനും ചില വ്യക്തികൾ ഇരുന്നുകൊണ്ടാണ്. കെ സുധാകരനെ മാറ്റിയ കാര്യത്തിൽ പോലും ഹൈക്കമാൻഡ് എടുത്ത തീരുമാനം തെറ്റായിരുന്നു എന്ന് രമേശ് ചെന്നിത്തലയുടെ അനുകൂലികൾ പറയുന്നുണ്ട്.